So next is about inline function. അപ്പോൾ സാധാരണ ഫംഗ്ഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അതായത് മെയിൻ ഫംഗ്ഷനകത്തുനിന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് വെൻ ദി ഫംഗ്ഷൻ ഈസ് കോൾഡ്, ഇപ്പോൾ ഇതിനകത്ത് വോയിഡ് ഡിസ്പ്ലേ ആണ്, വോയിഡ് ഡിസ്പ്ലേക്ക് ഒരു ബോഡി ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻലൈൻ ഫംഗ്ഷൻ മോഡിഫിക്കേഷൻ വരുത്തി. അപ്പോൾ സാധാരണ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ദ എക്സിക്യൂഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡിസ്പ്ലേ ഫംഗ്ഷൻ, ആൻഡ് when the function execution is over, it returns to the main function. അത് കഴിഞ്ഞ് വീണ്ടും കുറേ എക്സിക്യൂഷൻ കഴിയുമ്പോൾ വീണ്ടും ഒരു ഫംഗ്ഷൻ കോളിംഗ് ഉണ്ടെങ്കിൽ ദ എക്സിക്യൂഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഫംഗ്ഷൻ, ആൻഡ് വെൻ ദി ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ്, ഇറ്റ് റിട്ടേൺസ് ബാക്ക് ടു ദി മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ ഒരു കോളിംഗ് ആൻഡ് റിട്ടേണിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എക്സിക്യൂഷൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സിക്യൂഷൻ ഒരു മെയിൻ ഫംഗ്ഷനകത്തുനിന്ന് ഒരു ഫംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ മെയിൻ ഫംഗ്ഷനകത്ത് എവിടെയാണോ എക്സിക്യൂഷൻ നിൽക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് ഈസ് മൂവ് ടു സ്റ്റാക്ക്. ഇൻറ്റേർണൽ കാര്യം പറയുന്നത് ഈസ് മൂവ് ടു സ്റ്റാക്ക്, and the execution is transferred to the function. അതായത് ഇതിൻ്റെ എല്ലാം എക്സിക്യൂഷൻ സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട്, കോൾഡ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. സോ ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയും. ഈ പ്രോഗ്രാം കൗണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ അഡ്രസ്സ് ലോഡ് ചെയ്തിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ആകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ പഴയ ലൊക്കേഷൻ എവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം സ്റ്റാക്കിനകത്തുണ്ട്. ആ സ്റ്റാക്കിനകത്ത് നിന്ന് തിരിച്ചെടുത്തിട്ടാണ് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എവിടെ നിന്നാണ് പോയത് ആ അഡ്രസ്സ് എന്ത് ചെയ്യും, സ്റ്റാക്കിനകത്ത് വയ്ക്കും. എന്നിട്ട് റിട്ടേൺ കമാൻഡ് ചെയ്യും, സ്റ്റാക്കിനകത്ത് നിന്ന് ഈ വാല്യൂ എടുത്ത് തിരിച്ചു വരും. അതാണ് ഈ ഫംഗ്ഷൻ കോളിംഗ് റിട്ടേണിങ്ങിൻ്റെ ലോജിക്. അതായത് ഇപ്പോൾ എവിടെ നിന്നാണോ കോളിംഗ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ഈസ് മൂവ് ടു സ്റ്റാക്ക്, ഈസ് കോപ്പി ടു സ്റ്റാക്ക്, ആൻഡ് ദി എക്സിക്യൂഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഫംഗ്ഷൻ, ആൻഡ് വെൻ എ റിട്ടേൺ ഈസ് ഫൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫംഗ്ഷൻ, ഇറ്റ് കംസ് ബാക്ക് ബൈ ലോഡിംഗ് ദ പ്രോഗ്രാം കൗണ്ടർ വിത്ത് ദി പ്രീവിയസ് കണ്ടൻസ് ഫ്രം വെയർ ഇറ്റ് വാസ് ലെഫ്റ്റ്. അതായത് എവിടെ നിന്നാണോ പോയത്, എവിടെ നിന്നാണ് എക്സിക്യൂഷൻ അങ്ങോട്ട് പോയത് അത് സ്റ്റാക്കിനകത്തുണ്ട്, അത് തിരിച്ചെന്ത് ചെയ്യും, റീലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഫംഗ്ഷൻ്റെ കോളിംഗ് നടക്കുക. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും, കുറച്ച് മീൻസ് ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്സ് ഒക്കെ എടുക്കും. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് ദാറ്റ് ഈസ് സംതിങ് കോൾഡ് ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ ഫംഗ്ഷൻ എന്നുള്ളത്, ഇൻലൈൻ ഫംഗ്ഷൻ്റെ ബോഡി കോളിംഗ് പ്ലേസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഡ്യൂറിങ് കമ്പൈലേഷൻ ദ ബോഡി ഓഫ് ദി ഇൻലൈൻ ഫംഗ്ഷൻ ഗെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദി കോളിംഗ് പ്ലേസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു എക്സിക്യൂഷൻ ട്രാൻസ്ഫറിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ബോഡി ഇവിടെ ഉള്ളതുകൊണ്ട് അതിന് എക്സിക്യൂട്ട് വേണ്ടി ചെയ്യും. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്നുള്ളത് ഒരു വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ബോഡി ഒരു 5 പ്രാവശ്യം ഫംഗ്ഷൻ കോളിംഗ് ഉണ്ടെങ്കിൽ ഈ 5 പ്രാവശ്യം എന്ത് ചെയ്യും, ഓൾ ദി 5 times ദ ബോഡി ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസൈഡ് ദി ഫംഗ്ഷൻ, ഇൻസൈഡ് ദി പ്രോഗ്രാം, ആൻഡ് ദി പ്രോഗ്രാം സൈസ് വിൽ ബിക്കം ബിഗ്. അപ്പോൾ ചെറിയ ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദി പ്രോഗ്രാം സൈസ്. അപ്പോൾ അതൊരു കോംപ്രമൈസിലാണ്. അതായത് ഈ ഒരു ആദ്യം പറഞ്ഞ ഒരു എക്സിക്യൂഷൻ്റെ ഓവർ ഹെഡ് ഒഴിവാക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് ദി ഇൻലൈൻ ഫംഗ്ഷൻ. അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ഫംഗ്ഷൻ്റെ വൈൽ ഗിവിങ് ദ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ജസ്റ്റ് ഗിവ് ദ കീവേഡ് ഇൻലൈൻ. ഇൻലൈൻ വോയിഡ് ഡിസ്പ്ലേ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ബിക്കംസ് ഇൻലൈൻ. അതുപോലെ ക്ലാസ് പ്രോഗ്രാംസ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തതാണ്, ക്ലാസ് പ്രോഗ്രാംസിനകത്ത് ഈ ഫംഗ്ഷൻ്റെ ബോഡി ക്ലാസ്സിനകത്ത് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഇൻലൈൻ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ബോഡി ക്ലാസ്സിനകത്ത് തന്നെ കൊടുത്താൽ ഇറ്റ് ബിക്കംസ് എ ഇൻലൈൻ ഫംഗ്ഷൻ. അതിന് പകരം സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻ്റെ ബോഡി ക്ലാസ്സിന് പുറത്ത് കൊടുത്താൽ അത് ഇറ്റ് ആക്ട്സ് ആസ് എ നോർമൽ ഫംഗ്ഷൻ.
normal function, and if the body is defined inside the class, it acts as an inline function. The speciality of the inline function is that the body of the inline function gets substituted at the calling place. Okay, so I have saved the program in the name 18e.cpp. So g++ 18e.cpp compiled and executed. അപ്പോൾ എക്സിക്യൂഷനകത്ത് യാതൊരു മാറ്റവും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ആക്ച്വലി സംഭവിച്ച കാര്യം എന്നുള്ളത് ഈ ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ വന്നിട്ടില്ല. പകരം കമ്പൈലേഷൻ സമയത്ത് തന്നെ ഫംഗ്ഷൻ്റെ ബോഡി ഈ സ്ഥലത്ത് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഇതുപോലെ താഴെ വേറെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യും. അതായത് ഒരു മെയിൻ പ്രോഗ്രാമിനകത്ത് ഇഫ് ദ സെയിം സബ് പ്രോഗ്രാം ഈസ് കോൾഡ് 5 times, then the body gets substituted at all these five places. ഇതാണ് ഇൻലൈൻ ഫംഗ്ഷൻ്റെ ലോജിക്. ഇൻലൈൻ ഫംഗ്ഷൻ എന്നുള്ളത് ഈ എക്സിക്യൂഷൻ സമയത്തുള്ള ഓവർഹെഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ വലിയ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസ്ഡ് ടു ക്രിയേറ്റ് ഇൻലൈൻ ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് വിൽ ഇൻക്രീസ് ദി പ്രോഗ്രാം സൈസ്. നെക്സ്റ്റ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെ ലോജിക്കാണ്. ഞാൻ പ്രോഗ്രാം എഴുതിയിട്ട് നോക്കുക. അതായത് void ഡിസ്പ്ലേ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 18. ഞാനിപ്പോൾ വേരിയബിളിൻ്റെ പേര് ഏജ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഏജ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 18 ആയിട്ട് അവിടെ ഫിക്സ് ചെയ്യുകയാണ്. അതായത് ഡ്യൂറിങ് പ്രോട്ടോടൈപ്പിംഗ് ഇറ്റ് സെൽഫ് ഐ ആം സ്പെസിഫൈങ് ദാറ്റ് there will be a value called 18 for the variable age. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ 18 ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ സാധാരണ പോലെ ഫംഗ്ഷൻ എഴുതി ഇൻറ്റ് കെ, എന്നിട്ട് യു ആർ കെ ഇയേഴ്സ് ഓൾഡ് ഡിസ്പ്ലേ കാണിക്കും. മെയിൻ ഫംഗ്ഷനകത്ത് നോക്കുക, ആദ്യം ഞാൻ 20 പാസ് ചെയ്യുന്നുണ്ട്. 20 പാസ് ചെയ്യുകയാണെങ്കിൽ ഈ കെയിലേക്ക് എന്ത് ചെയ്യും, 20 വരും. ഒന്നും പാസ് ചെയ്യില്ലെങ്കിൽ ഇവിടെ ഡീഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ 18 ആ 18 എന്ത് ചെയ്യും, ഇങ്ങോട്ട് പാസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതൊരു ഡീഫോൾട്ട് ആർഗ്യുമെൻ്റുള്ള ഫംഗ്ഷനാണത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കോൾ ചെയ്യാം. ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ഡീഫോൾട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്കൊരു വാല്യൂ കൊടുത്തേ പറ്റും. അപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ കോൾ ചെയ്യാം. ഇങ്ങനെ കോൾ ചെയ്താൽ ബൈ ഡീഫോൾട്ട് എന്ത് വാല്യൂ കൊടുത്തിരിക്കുന്നോ ആ വാല്യൂ ആയിരിക്കും എടുക്കുക. വാല്യൂ പാസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വാല്യൂ വെച്ച് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ആദ്യം ഇത് കോൾ ചെയ്യുമ്പോൾ ഈ 20 ഇവിടെ വർക്ക് ചെയ്യും. രണ്ടാമത് കോൾ ചെയ്യുമ്പോൾ വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് 18 വർക്ക് ചെയ്യും. ഓക്കെ, നോക്കാം. കണ്ടന്റ് മുകളിൽ G++ കമ്പയർ ചെയ്തു. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നാമത് യു ആർ 20 years old കാണിച്ചു, രണ്ടാമത് യു ആർ 18 years old കാണിച്ചു. ഓക്കെ, അപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് പറ്റും. അപ്പോൾ ഇതിനകത്തൊരു ശ്രദ്ധിക്കാനുള്ളത്, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫ്ലോട്ട് കെ എന്നൊക്കെ ആദ്യം ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വി ക്യാൻ ഗീവ് ദി ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് അത് ഞാൻ 12.5 പാസ് ചെയ്തു. രണ്ടും പാസ് ചെയ്യുകയാണെങ്കിൽ 2 വാല്യൂസ് എടുക്കും. ഇനി ഒരെണ്ണം മാത്രം പാസ് ചെയ്തെങ്കിൽ അത് ഫ്ലോട്ടിലേക്ക് എടുക്കും. അടുത്ത ആർഗ്യുമെൻറ്റ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ളതുകൊണ്ട് അതെടുക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാധാരണ എല്ലാത്തിനകത്തും വരുന്ന ആർഗ്യുമെൻ്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഏജ് പാസ് ചെയ്യണം എന്ന് പറയുമ്പോൾ മിക്കവാറും പേർക്ക് ഒരു സെയിം പ്രായമായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാം, ആ ഡീഫോൾട്ട് ഏജ് കൊടുക്കാം. ഇതുപോലെ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും മാറ്റം ഉള്ള സമയത്ത് മാത്രം ആ വാല്യൂ പാസ് ചെയ്യുന്നു, ആ വാല്യൂ വെച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉള്ള കൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ടേക്കിംഗ് എ കോപ്പി 18F ടേക്കിംഗ് കോപ്പി എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്ലോട്ട് കെ കോമ ഇൻറ്റ് ഏജ്, അല്ലെങ്കിൽ വേരിയബിളിനെയും കൂട്ടിലും കുഴപ്പമില്ല. ആദ്യം ഇവിടെ ഇപ്പോൾ ഐ ആം ഗിവിങ് ആസ് ഫ്ലോട്ട് കോമ ഇൻറ്റ്. ഞാൻ താഴെ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, വോയിഡ് ഡിസ്പ്ലേ, ഒരു ഇൻറ്റ് മാത്രമുള്ളത്. ഇനി വേറൊരു ഡിഫൈൻ ചെയ്യാണ്, വോയിഡ്
display int comma int. ഇനി വേറെ കൊടുക്കുകയാണ് void display int comma float. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം എന്താ കൊടുത്തിരിക്കുന്നത്, ഇത് താഴെ പേസ്റ്റ് ചെയ്യാം. ആദ്യം കൊടുത്തിരിക്കുന്നത് void display int മാത്രം. ഓക്കെ, ആദ്യം കൊടുത്ത് void display int മാത്രം കൊടുത്തു, അതായത് ഒരു പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻ. വീണ്ടും void display സെയിം ഫംഗ്ഷൻ നെയിമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, പക്ഷേ അടുത്ത രണ്ട് പാരാമീറ്ററുള്ള ഇൻറ്റ് എന്നുള്ള പാരാമീറ്റർ രണ്ട് ഇൻറ്റിജറുള്ള ഒരെണ്ണം കൊടുത്തു. വേറൊരെണ്ണം void display int float അത് കൊടുത്തു. പിന്നെ void display float int. അപ്പോൾ ഇത് നാല് ഫംഗ്ഷനാണ്. കാരണം എന്താണ്, ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ മാറ്റമുണ്ട്. ഫംഗ്ഷൻ നെയിം സെയിമാണ്, പക്ഷേ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ മാറ്റമുണ്ട്. ഒന്നുകിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാറ്റം വന്നു, മാറ്റം വന്ന് രണ്ട് ഫംഗ്ഷനായി. അല്ലെങ്കിൽ ടൈപ്പ് മാറാം, അതായത് ഇപ്പോൾ void display int void display float ഉപയോഗിക്കാം. അത് വേറൊരു ഫംഗ്ഷനാണ്, അതായത് ഫ്ലോട്ട് പാരാമീറ്റർ വാങ്ങിക്കുന്ന വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ ഒന്നുകിൽ നമുക്കിതുപോലെ ടൈപ്പ് മാറ്റാം, നമ്പർ മാറ്റാം. ഇപ്പോൾ ഇത് ഇൻറ്റും ഇത് രണ്ട് ഇൻറ്റും, അപ്പോൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാറുമ്പോൾ രണ്ട് ഫംഗ്ഷനായി. ഇതിവിടെ നമ്പർ മാറിയിട്ടില്ല, പക്ഷേ ടൈപ്പ് മാറിയിട്ടുണ്ടാകുമ്പോൾ എന്തായത്, അത് വേറൊരു ടൈപ്പ് ഫംഗ്ഷനായി. അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷനാണ്. ഇവിടെ നോക്കുക, ഇവിടെ ടൈപ്പെല്ലാം സെയിമാണ്, ഇൻറ്റ് ഫ്ലോട്ട്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്, ഫ്ലോട്ട് ഇൻറ്റാ ഉള്ളത്. അപ്പോൾ ഓർഡർ മാറി, അതായത് ഒന്നുകിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാറ്റം വരുത്തി, അല്ലെങ്കിൽ ടൈപ്പ് മാറ്റം വരുത്തി, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാറ്റം വരുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഇതെല്ലാം ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ്. അതായത് ഫങ്ഷൻസ് ഹാവിങ് സെയിം ഫങ്ഷൻ നെയിം ബട്ട് ഡിഫറെൻ്റ് ഇൻ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഓർ ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫങ്ഷൻ ഓവർലോഡിങ്. വി കോൾ ദിസ് കൺസെപ്റ്റ് ആസ് ഫങ്ഷൻ ഓവർലോഡിങ്. അതായത് ഫങ്ഷൻ നെയിം സെയിം ആണ്, പക്ഷേ എന്താണ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സോ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സോ ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സോ മാറ്റം വന്നു. അങ്ങനെയുള്ള ഫങ്ഷൻസാണ് വി കോൾ ഇറ്റ് ആസ് ഓവർലോഡഡ് ഫങ്ഷൻസ്. ഇതിനകത്ത് ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു ഓവർലോഡിങ് ഉണ്ട്. അതുകൊണ്ടാണ് അതായത് ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, we are using multiple times with different arguments, so there is overloading from our side. But there is no overloading, I mean there is no confusion from the compiler side, because the compiler writes details about the functions for its identification. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രജിസ്റ്ററിനകത്ത് ഒരു ക്ലാസ്സിനകത്ത് അരുൺ ബിയും അരുൺ കെയും എന്ന രണ്ട് കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കാരണം അരുൺ ബി ഒരാൾ, അരുൺ കെ വേറൊരാൾ. ഈ സെയിം ലോജിക്കിനകത്താണ് എന്ത്, the compiler will keep the information about functions such as function name, number of arguments, type of arguments, order of arguments. ഇത്തരം കാര്യങ്ങൾ കമ്പൈലർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാറ്റം വന്നാൽ ദ ഫംഗ്ഷൻ ഈസ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. എന്തൊക്കെയായിരുന്നു, ഫംഗ്ഷൻ നെയിം, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇതാണ് വി കോൾ ഇറ്റ് ആസ് ഫംഗ്ഷൻ സിഗ്നേച്ചർ. അതായത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഫംഗ്ഷൻ സിഗ്നേച്ചർ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാറ്റം വന്നാൽ ദ കമ്പൈലർ ഐഡൻറ്റിഫൈസ് എ ഫംഗ്ഷൻ ആസ് എ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ സിഗ്നേച്ചർ കണ്ടെയ്ൻസ് ദീസ് മച്ച് ഡീറ്റെയിൽസ്: ഫംഗ്ഷൻ നെയിം, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇതിനകത്ത് ഞാൻ പറയാത്ത കാര്യമുണ്ട്, റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് എന്നുള്ളത് ഫംഗ്ഷൻ സിഗ്നേച്ചറിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അത് മാത്രം മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് റൈറ്റ് ഫങ്ഷൻസ്. ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റ് എന്ന് കൊടുത്തിട്ട് ഇൻറ്റ് ഡിസ്പ്ലേ ഫ്ലോട്ട് കോമ ഇൻറ്റ്. അപ്പോൾ നോക്കി മനസ്സിലാവും ഈ രണ്ട് ഫംഗ്ഷനും ഒരേ ടൈപ്പ് തന്നെയാണ്, പക്ഷേ എന്ത് മാത്രം മാറ്റം വരുത്തി, റിട്ടേൺ ടൈപ്പ് മാറ്റം വരുത്തി. ഇത് എന്താണ്, നോട്ട് പോസിബിൾ. ഇത് നോട്ട് പോസിബിൾ. അങ്ങനെ രണ്ട് ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് മാറ്റിക്കൊള്ളാം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകിൽ ഫംഗ്ഷൻ നെയിം മാറ്റിക്കൊള്ളാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാറ്റിക്കൊള്ളാം, അല്ലെങ്കിൽ ടൈപ്പ് മാറ്റിക്കൊള്ളാം, അല്ലെങ്കിൽ ഓർഡർ മാറ്റിക്കൊള്ളാം.
So, since the return type is not included in the function signature, it does not identify it as a separate function. So, we cannot overload functions by simply changing the return type. ഇനി സാധാരണ പോലെ എന്ത് കൊടുത്താൽ മതി, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓരോന്നിനും ബോഡി കൊടുക്കുക, ഇവിടെ നിന്ന് കോൾ ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. നോക്കാം. ഇപ്പോൾ ആദ്യം വോയിഡ് ഡിസ്പ്ലേ ഒരു പാരാമീറ്റർ വാങ്ങിക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റ് കെ. നമുക്ക് പ്രിൻ്റിന് ഉപയോഗിക്കാം. സി ഔട്ട് ഐ ആം സിംഗിൾ ഇൻറ്റ് ഫംഗ്ഷൻ, വെറുതെ ബോഡി കൊടുത്താണ്. ഐ ആം സിംഗിൾ ഇൻറ്റ് ഫംഗ്ഷൻ. ഓക്കെ. ഇതുപോലെ ഇനി വോയിഡ് ഡിസ്പ്ലേ ഫ്ലോട്ട്, അതിൻ്റെ ബോഡി കൊടുക്കുക. Control C, Control V. ഫ്ലോട്ട് വാങ്ങിക്കുന്നത് വേറൊരു ഫംഗ്ഷൻ, ഐ ആം സിംഗിൾ ഫ്ലോട്ട് ഫംഗ്ഷൻ. ഓക്കെ. ഇനി എന്താ വേണ്ടത്, ഇനി ഇൻറ്റും ഫ്ലോട്ടും വാങ്ങിക്കുന്നത്, അല്ല രണ്ട് ഇൻറ്റ് വാങ്ങിക്കുന്ന ഫംഗ്ഷൻ, രണ്ട് ഇൻറ്റ് വാങ്ങിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. Control C, Control V. രണ്ട് ഇൻറ്റ് വാങ്ങിക്കാം. ഇൻറ്റ് കെ കോമ ഇൻറ്റ് K1. ഐ ആം ഡബിൾ ഇൻറ്റ് ഫംഗ്ഷൻ. ഓക്കെ. ഇനി ഒരു ഇൻറ്റും ഫ്ലോട്ടും വാങ്ങിക്കുന്ന ഫംഗ്ഷൻ, Control C, Control V. ഒരു ഇൻറ്റും ഒരു ഫ്ലോട്ടും വാങ്ങിക്കുന്ന ഫംഗ്ഷൻ, ഐ ആം ഇൻറ്റ് ഫ്ലോട്ട് ഫംഗ്ഷൻ. ഇനി ഫ്ലോട്ടും ഇൻറ്റും വാങ്ങിക്കുന്ന ഫംഗ്ഷൻ, Control V. ഫ്ലോട്ടും ഇൻറ്റും വാങ്ങിക്കണം, ഫ്ലോട്ടും ഇൻറ്റും വാങ്ങിക്കുന്ന ഫംഗ്ഷൻ, ഐ ആം ഫ്ലോട്ട് ഇൻറ്റ് ഫംഗ്ഷൻ. So we have defined the all the functions. ഇനി ഇത് കോൾ ചെയ്യാം. എന്താ കോൾ ചെയ്യേണ്ടത്, ആദ്യം ഡിസ്പ്ലേ വെച്ചിട്ട് ഒരു ഇൻറ്റ് മാത്രം പാസ് ചെയ്ത് കോൾ ചെയ്തു. വീണ്ടും ഡിസ്പ്ലേ വെച്ചിട്ട് ഒരു ഫ്ലോട്ട് പാസ് ചെയ്തു കോൾ ചെയ്തു. വീണ്ടും ഡിസ്പ്ലേ 1,2 രണ്ട് ഇൻറ്റീജേഴ്സ് പാസ് ചെയ്തു. ഓക്കെ. ഡിസ്പ്ലേ ഒരു ഇൻറ്റും ഒരു ഫ്ലോട്ടും പാസ് ചെയ്തു. പിന്നെ ഒരു ഫ്ലോട്ടും ഒരു ഇൻറ്റും പാസ് ചെയ്തു. ഇതെല്ലാം പല ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ. 18G. വേറെയുണ്ട്. അവിടെ ഒരു സെമിക്കോളം ഇട്ട് വേണ്ട. അത് നോട്ട് പോസിബിൾ ഞാൻ പറഞ്ഞു, അതായത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അതായത് വി കനോട്ട് ഓവർലോഡ് ഫങ്ഷൻ ബൈ സിംപ്ലി ചേഞ്ചിങ് റിട്ടേൺ ടൈപ്പ്. ഓക്കെ. എറേഴ്സ് ഉണ്ട്. ഡിസ്പ്ലേ 23.5 is ambiguous. ഓക്കെ എന്ന് പറയുമ്പോൾ
ഇത് ഫ്ലോട്ടാണെന്ന് എന്ന് പറഞ്ഞു കൊടുക്കണം കൃത്യമായിട്ട്. അതായത് ചിലപ്പോൾ അത് ദിസ് ക്യാൻ ബി ഡബിൾ വാല്യൂ ഓൾസോ അല്ലേ, ദിസ് ക്യാൻ ബി ഡബിൾ ഓൾസോ. അപ്പോൾ നമ്മൾ ഇത് എഫ് നോക്കുകയാണെങ്കിൽ വി ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഫ്ലോട്ട് വേരിയബിൾ. ഡി ആണെങ്കിൽ ഡബിൾ, കാരണം ഈ വാല്യൂ 23.5 എന്നുള്ളത് ഫ്ലോട്ട് ആവാൻ ഡബിൾ ആവാം. അതുകൊണ്ടാണത് ഒരു ചെറിയൊരു ആംബിഗ്വിറ്റി കാണിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, ഫ്ലോട്ട് വാല്യൂസിൻ്റെ കൂടെ ഒരു എഫ് കൂടി പാസ് ചെയ്യുക ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ഫ്ലോട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ആദ്യം ഐ ആം സിംഗിൾ ഇൻ ഫംഗ്ഷൻ, ഐ ആം സിംഗിൾ ഫ്ലോട്ട് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ പറഞ്ഞെന്താണ്, അതായത് സെയിം ഫംഗ്ഷനെയും പറ്റും, പക്ഷെ എന്ത് മാറ്റിക്കൊള്ളണം, വി ഹാവ് ടു ചേഞ്ച് ദി ഐദർ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ടൈപ്പ് മാറ്റണം, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാറ്റണം. ഇതാണ് വി കോൾഡ് ആസ് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ റിക്കർഷൻ എന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയാവുന്നതാണ്. ഫംഗ്ഷൻ റിക്കർഷൻ മീൻസ് എ ഫംഗ്ഷൻ കോളിങ് ദ സെയിം ഫംഗ്ഷൻ അഗെയിൻ. ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കോൾ ചെയ്യുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതുകൊണ്ടത് നിർത്താൻ എന്തെങ്കിലും സംവിധാനം കൊടുത്തോളണം. അതായത് എന്തെങ്കിലും ഒരു വാല്യൂ ആവുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ പാകത്തിന് കൊടുത്തോളണം. അതാണ് ഫംഗ്ഷൻ റിക്കർഷൻ എന്നുള്ളത്. എ ഫംഗ്ഷൻ കോളിങ് ഇറ്റ് സെൽഫ്. അപ്പം അങ്ങനെ വെറുതെ കോൾ ചെയ്യണമെങ്കിൽ സംഭവിക്കും, വെറുതെ അങ്ങനെ കോൾ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റായി പോവും, സ്റ്റക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് അറ്റ് എനി പോയിൻ്റ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാതെ ബ്രേക്ക് ആവുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അതാണ് റിക്കർഷൻ എന്നുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസാണ്. ഫാക്ടോറിയൽ കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയ്യാറുണ്ട് ഫാക്ടോറിയൽ റിക്കർഷനകത്ത് എ ഫംഗ്ഷൻ കോളിങ് ഇറ്റ് സെൽഫ്. അതാണ് റിക്കർഷൻ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ യൂസേജുകൾ. ഇപ്പോൾ ഇതിനകത്ത് ഇനി വീണ്ടും ഫ്രണ്ട് ഫംഗ്ഷനും വിർച്വൽ ഫംഗ്ഷനൊക്കെ വരാനുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് പഠിക്കുന്ന സമയത്ത് വിൽ സ്റ്റഡി അബൌട്ട് ഫ്രണ്ട് ഫങ്ഷൻസ് ആൻഡ് വിർച്വൽ ഫങ്ഷൻസ്. സോ ഓക്കെ, വി ഹാവ് സീൻ എന്തൊക്കെയാണ് കണ്ടത്. ഫങ്ഷൻ, മെയിൻ ഫങ്ഷൻ കണ്ടു, 2 ടൈപ്സ്. ദെൻ ഒരു ഫങ്ഷൻ്റെ 3 സ്റ്റേറ്റുകൾ, അതായത് ഫങ്ഷൻ പ്രോട്ടോടൈപ്പിംഗ്, ഫങ്ഷൻ ഡെഫിനിഷൻ, ഫങ്ഷൻ കോളിംഗ്. പിന്നെ ഇൻലൈൻ ഫങ്ഷൻ കണ്ടു, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, പിന്നെ ഫങ്ഷൻ ഓവർലോഡിങ്. ഓക്കെ, ശരി.